ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലുക്കിയാനോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് നമ്മൾ സാധാരണ ഇങ്ങനെ പ്ലെയിൻ ടോപ്പുകളൊക്കെ വാങ്ങിക്കാറില്ലേ, പ്രത്യേകിച്ച് നമ്മൾ ഓൺലൈനായിട്ടൊക്കെ ജീൻസിനൊക്കെ വാങ്ങിക്കുന്ന ടോപ്പൊക്കെ ഇല്ല. അപ്പോൾ അങ്ങനത്തെ ടോപ്പിനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഞാനിപ്പോൾ വാങ്ങിച്ചത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഒരു ടോപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കോട്ടൺ മിക്സഡിലുള്ള ടോപ്പാണ്. അപ്പോൾ അതിലാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഒരു ഡിസൈൻ നമ്മൾ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് വേണമെങ്കിൽ അത് പോയി കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ ഡിസൈൻ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മളിതൊരു ഓൺലൈൻ വാങ്ങിച്ചൊരു ടോപ്പാണ്, പുതിയ ടോപ്പാണ്. അപ്പോൾ ഇതൊരു പ്ലെയിൻ ടോപ്പാണ്. അപ്പോൾ ഇതിൽ നമ്മൾ നെക്കിൻ്റെ സൈഡിലായിട്ടാണ് ഒരു ചെറിയൊരു ഡിസൈൻ ചെയ്യാനാണ്. അപ്പോൾ ഇതിന് റൗണ്ട് നെക്കാണ്. പിന്നെ ഇതുപോലെ ഇങ്ങനെ ബട്ടൺസ് ഉണ്ട്. പിന്നെ സ്ലീവ്സിൽ ഇതുപോലത്തെ കട്ട് വർക്ക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൽ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഭാഗം മാത്രം ഒന്ന് അയൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഡിസൈൻ ജസ്റ്റ് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ പേൾ കോട്ടൺ ത്രെഡും അതുപോലെ തന്നെ ആങ്കർ ത്രെഡും ആണ്. അപ്പോൾ ഞാൻ കുറച്ച് ഡിഫറെൻറ്റ് കളേഴ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ നീഡിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന എംബ്രോയ്ഡറി നീഡിലാണ്. അപ്പോൾ ഇതുപോലെ 2 ലെയറായിട്ടാണ് നമ്മൾ പേൾ കോട്ടൺ ത്രെഡ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇതുപോലത്തെ സർക്കിൾസിൽ നമ്മൾ ഫ്ലവേഴ്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്ന സ്പൈഡർവെബ് സ്റ്റിച്ച് വെച്ചിട്ടുള്ള ഫ്ലവറാണ്. അപ്പോൾ നമുക്ക് 5 പോയിൻറ്റ്സ് മാർക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ഇതുപോലെ ഈക്വൽ ഡിസ്റ്റൻസിൽ, ഏകദേശം ഈക്വൽ ഡിസ്റ്റൻസിൽ നമ്മൾ ഇതുപോലെ 5 പോയിൻറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.